ഹായ് ഹലോ എല്ലാവർക്കും PSC എക്സ്പീരിയൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ. 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ. ചലനം ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം. ഒരു കാറ് റോട്ടിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കാറ് കുറച്ച് കഴിഞ്ഞ് ഇവിടേക്ക് എത്തും, പിന്നെ ഇവിടേക്ക് എത്തും. അപ്പോൾ കാറിൻ്റെ സ്ഥാനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി, പിന്നെ ഇങ്ങോട്ട് മാറി. അപ്പോൾ കാറിന് ചലനം ഉണ്ടാകുന്നുണ്ട്, സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനാണ് ചലനം എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ. ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നു, അത് സഞ്ചരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറുന്നില്ല, അപ്പോൾ അത് നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറയുന്നു. ഇനിയാണ് അവലംബക വസ്തു. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ ഒരു ബസ്സിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 2 പേര് അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്. 2 പേര് അടുത്തടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ വെച്ച് നോക്കുമ്പോൾ മറ്റൊരാൾ ചലിക്കുന്നില്ല, കാരണം സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. ഉള്ളിലിരിക്കുന്ന 2 പേരിൽ വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് മറ്റേ ആൾ ചലിക്കുന്നതായിട്ട് തോന്നുന്നില്ല, അപ്പോൾ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ ബസ്സിന് പുറത്ത് റോട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇവർ 2 പേരും ചലിക്കുന്നതായിട്ട് കാണാം. കാരണം ഇവരിവിടെ ഇരിക്കുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി മടങ്ങിയെത്തും, അപ്പോൾ സ്ഥാനമാറ്റം സംഭവിക്കുന്നു അവർക്ക്, അപ്പോൾ അവർ ചലിക്കുന്നു. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ ചലിക്കുന്നതായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് സ്ഥാനമാറ്റം സംഭവിക്കുന്നതിന് അതുകൊണ്ട് ചലനമില്ല. എന്നാൽ പുറത്ത് നിൽക്കുന്ന ആളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ചലിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു. ഇനി ഭ്രമണചലനം. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതിനാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ചലനം. ഭൂമി ഇരിക്കുന്നു, അക്ഷം അതിനുള്ളിൽ കൂടെ പോകുന്നുണ്ട്. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നു, അതിനെയാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്. ഇനി നേർരേഖാചലനം. വസ്തു ഇങ്ങനെ നേർരേഖയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് നേർരേഖ ചലനം എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖ ചലനം. ഈ വർത്തുള ചലനം. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം. അതായത് ജൈൻറ്റ് വീലിൻ്റെ ചലനം. അതിങ്ങനെ അങ്ങനെ 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 കറങ്ങിക്കൊണ്ടേയിരിക്കും, അപ്പോൾ അത് വർത്തുള ചലനമാണ്. വൃത്താകാര പാതയിലാണ് ചലിക്കുന്നത്, അപ്പോൾ വർത്തുള ചലനം. ഇനി ദോലനം. തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്ക് നടത്തുന്ന ചലനമാണ് ദോലനം. ഇപ്പോൾ ഒരു പെൻഡുലം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, അതിങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു ബോൾ പോലെ ഉണ്ട്, അത് അങ്ങോട്ടും നീങ്ങും ഇങ്ങോട്ടും നീങ്ങും. അപ്പോൾ തുലന സ്ഥാനത്തെ ആധാരമാക്കി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീങ്ങുന്നതിനാണ് ദോലനം എന്ന് പറയുന്നത്. ഊഞ്ഞാൽ, പിന്നെ ക്ലോക്കിൻ്റെ പെൻഡുലം, അതൊക്കെ ദോലനത്തിന് എക്സാമ്പിൾ. ഇനിയാണ് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം. പെട്ടെന്നുള്ള ദോലനമാണ് കമ്പനം എന്ന് പറയുന്നത്. ശബ്ദവും കമ്പനവും. കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഏത് ശബ്ദം ഉണ്ടാകുമ്പോഴും അതിനു കാരണമായി എന്തെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്. എവിടെ നിന്ന് എന്ത് ശബ്ദം ഉണ്ടായാലും അവിടെ ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ടാവും. നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശബ്ദം കേൾക്കാനായിട്ട് കഴിയും. വലിച്ചു കിട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ അതിലൊക്കെ സംഗീതം ഉണ്ടാകുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രം കമ്പനം ചെയ്യുന്നു. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്. അപ്പോൾ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലം ശബ്ദം ഉണ്ടാകുന്നു. വീണയിലും വയലിനിലൊക്കെ വലിച്ചു കിട്ടിയ കമ്പികൾ കമ്പനം ചെയ്യുന്നതുകൊണ്ട് സംഗീതം ഉണ്ടാകുന്നു. ഇനി ചെണ്ടയിൽ ഡയഫ്രം കമ്പനം ചെയ്യുന്നതുകൊണ്ട് ശബ്ദം കേൾക്കുന്നു. ഓടക്കുഴൽ, ഹാർമോണിയം ഒക്കെ ആണെങ്കിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്, അങ്ങനെയാണ് സൗണ്ട് കേൾക്കുന്നത്.
ഇനി ബലവും ചലനവും. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലാവസ്ഥയിലാക്കാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലനവേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം. അപ്പോൾ ഇതൊരു സ്ലോപ്പാണെന്ന് വിചാരിക്കുക. ഇതിൽ കൂടെ ഒരു റൗണ്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടേക്കെത്തി, പിന്നെ അത് ഇവിടേക്കെത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ചലിക്കുന്ന വസ്തുവാണ്. ഇതിനെ നിശ്ചലാവസ്ഥയിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു ബലം കൊടുക്കണം. അപ്പോൾ അത് നിശ്ചലാവസ്ഥയിലാവും. ഇനി ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ നേരെയും ഇവിടെ സ്ലോപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വസ്തുവിനെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ബലം കൊടുക്കണം. അങ്ങനെയാണ് ചലിക്കുള്ളൂ. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാനും നമ്മൾ ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലനവേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം.